ഹലോ വെൽക്കം ടു ഖത്തർ. അങ്ങനെ ഗൈസ്, ഇന്നത്തെ ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളി. ഇതിൻ്റെ ഒരു 2 പാർട്ട് എന്തായാലും ഇടാനുള്ള വകുപ്പുള്ള വീഡിയോ ആണ്. നമ്മുടെ നാട്ടിലെ ഷെഫീഖ് ബായ്, അതായത് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ കാണിച്ചിരുന്നു ഷെഫീഖ് ആൻഡ് ഫാമിലി. അപ്പോൾ അവരുടെ കൂടെ നമ്മളൊരു വൈകുന്നേരത്തെ ഒരു ഈവനിങ്ങിൽ ഒരു ടെൻറ്റ് കെട്ടി കൂടാൻ വേണ്ടി പോവുകയാണ്. അൽഗരിയ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഓൾ ഫാമിലി ആയിട്ടോ പോകുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലാണ് ആ ഒരു പ്രോഗ്രാമിന് തന്നെ ഒരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഫൈനലി ഗൈസ്, നമ്മൾ അൽഗരിയ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഖത്തറിലെ അൽഗരിയ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇന്ന് ഒരു ദിവസം നമ്മൾ ഇവിടെയാണ്. അതായത് ഈവനിങ്ങിൽ നമ്മൾ ഈ കടലിൻ്റെ ഒരു 1.5 കിലോമീറ്ററോളം നമുക്ക് നടക്കാൻ പറ്റുന്ന ടൈപ്പ് കടലാണ്. പിടുത്തം വിട്ട തണുപ്പാണ്. നമ്മൾ ഓൾറെഡി ടെൻറ്റ് അവിടെ കെട്ടി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ടെൻറ്റിലെ വിശേഷങ്ങളും ടെൻറ്റിലെ കാര്യങ്ങളും ചുടുന്നതും അതേമാതിരി വള്ളത്തിലിറങ്ങുന്നതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇന്ന് നമുക്കും ഒരു വലിയൊരു ലൈഫിലെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അത് കാണുന്ന നിങ്ങൾക്കും ഒരു എക്സ്പീരിയൻസ് ആകും. എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. 2-3 വീഡിയോ നമ്മൾ ടെൻറ്റിൻ്റെ ഉണ്ടാവും. ടെൻറ്റിലെ പാട്ടും ടെൻറ്റിലെ പ്രോഗ്രാമും അതേമാതിരി ബീച്ചിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എടുക്കുന്നതാവും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമുള്ളവർ സ്കിപ്പ് ചെയ്യാതെ കാണുക. ടെൻറ്റ് മാറിപ്പോവോ? ചിലപ്പോൾ കുട്ടി പേരച്ചൂട്ടിൽ പോകണ മാതിരിയാവും. കടലിൻ്റെ നടുവ് പോയിട്ട് തരേണ്ടി വരുമോ? നിൽക്കൂലേ? വലിയ ടെൻ്റ് ഉണ്ടോ? മറ്റേ പറഞ്ഞ ദാസ അക്കരെ ഇവനൊന്നും തണുപ്പില്ല കേട്ടോ. തണുപ്പില്ലേ സിനു? അനക്ക് കോട്ടില്ല? എന്നാൽ തൽക്കാലം ടെൻറ്റിൽ പോയിഞ്ഞോ. അലേഹക്കടൊക്കെ കഴിച്ചു. അലേഹ സിനുവിൻ്റെ ഉപ്പച്ചക്കതാ കടലിലോട്ട് ഇറങ്ങണം കേട്ടോ. അതാ പോണ. ഈ നടുവിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ മീൻ പിടിക്കുകയാണ്. മീനല്ല, ഞണ്ട് കുത്തി പിടിക്കുകയാണ്. അങ്ങനെ ഇച്ചാപ്പ ഏതാ ഞണ്ടിനെ കുത്തി പിടിച്ച് വരികയാണ് ഇവിടെ. നടുവിലൊന്നും വെള്ളമല്ലേ ഗായ്സ്? അലോക്കിലിൻ്റെ ഞണ്ടിനെ പിടിച്ച് വന്ന്. ഇതെങ്ങനെ കിട്ടിയേ? ഓല് കിട്ടീന ഞണ്ട്? അപ്പം ഞണ്ട് പിടിക്കണമെങ്കിൽ വന്നാൽ മതി. ഇതൊക്കെ ഞണ്ട് സിനോ, ഞണ്ടൊക്കെ ഞണ്ട് ചില്ലറ ഞണ്ടല്ല. ഈ ഞണ്ടൊക്കെ പിടിച്ചെന്ന് ഞണ്ടിനെയൊക്കെ ചൂടുക. കൊടുക്കുവോ ചാച്ചാ? ടെൻ്റൊക്കെ എത്തുന്നുണ്ട്. ടെൻ്റ് എത്തിയോ? ഇതാ ടെൻ്റ്. യെസ്, ഇവിടെ ചെന്ന് ടെൻറ്റും കാര്യം ഫാമൊക്കെയാണ് അവിടെ പോയിരിക്കുന്നത്. നമ്മളെ പേര് ഷബീർ. താഹിർ. നാട്ടില് പട്ടാമ്പി തന്നെ? ഓ, ഒക്കെ പട്ടാമ്പിക്കാരാ. നമ്മൾ ഇവിടെ ഉണ്ടോ ടെൻറ്റ് കെട്ടാൻ വേണ്ടി ഉദ്ദേശിക്കണേ. ടെൻറ്റൊക്കെ കെട്ടി ബാക്കി പരിപാടികൾ നമുക്ക് തുടങ്ങണം. കാശ് ഇത് കറുബികളെ ഇതിൽ ആവശ്യമുള്ളതുണ്ടോ? ഗൈസ്, ഇതാണ് നമ്മളെ ടെൻറ്റ് വരുന്നത്. ഇതിൽ ഏകദേശം എത്ര ആൾക്ക് പോകും? ടെൻറ്റിൽ എല്ലാവരും പോവും. നേരം വൈകി കഴിഞ്ഞാൽ ഇത് കടന്നുറങ്ങാല്ലേ. അതായത് ഏകദേശം ഇവിടെയുള്ള നമ്മളെ എത്ര ആൾക്കാരുണ്ട്, ഇത്രയും ഫാമിലി ഉണ്ട്. എല്ലാവരും വരുമ്പോഴതിന് കാറ്റ് അയക്കുന്നില്ല. അതുപോലത്തെ കാറ്റ് പ്രശ്നമല്ല, അമ്മാതിരി തണുപ്പാണ്. അതുപോലത്തെ തണുപ്പാണ് ഇവിടെ കേട്ടോ. അതിൻ്റെ അവിടെ കണ്ടോ വണ്ടികളിങ്ങനെ പോകണ്ടോ? അവിടെ മത്സരിച്ച് ഓടുന്നുണ്ട് വണ്ടികൾ. യെസ്, നമ്മളെ ടെൻറ്റ് ഇതാ പൊങ്ങണോ. അലേഹക്ക് ഫ്രണ്ട്സ് കിട്ടിയോ? ഏയ്, എന്താ കാട്ടിന്? തണുക്കുണ്ടോ അലേഹക്ക്? ഗൈസ് തണുക്ക് എത്ര ഗൈസ്? അലേഹക്കിൻ്റെ കുട്ടിക്ക് തണുക്ക്. നമുക്ക് കടലിലേക്ക് ഇറങ്ങണ്ടേ ഗൈസ്? നമുക്ക് കുറച്ച് നേരം ബീച്ചിൽ പോകണം. നമ്മുടെ ടെൻറ്റ് ഇതാ നൂരുന്നു. നമ്മുടെ ടെൻറ്റ് ഇപ്പോൾ നൂരും. ഏതാനും നിമിഷങ്ങൾക്ക് നൂരും. ആളില്ലാതെ ഈ ടെൻറ്റ് ഇവിടെ കെട്ടാൻ പറ്റൂല. ആളില്ലാതെ ടെൻറ്റ് കെട്ടിയ ഇത് 4 ഇവിടെ കമ്പി അടിക്കല്ലേ വേണ്ടിയേ? എന്നാ ഇത് പിടിച്ചാ, ഇതിങ്ങനെ പിടിക്കേ, അല്ലെങ്കിൽ ഒന്നും എത്ര പോണ താഴത്തേക്ക്? ഇപ്പൊ പറിക്കാൻ കിട്ടുമോ? പോണ നോക്കണം, തരേണ്ടി വരും. പിന്നെ
അറ്റോട് ടെൻറ്റ് കെട്ടാൻ പറ്റുന്നില്ല, അമ്മാതിരി കാറ്റ് അവിടെ, അതും തണുത്ത കാറ്റ്. ഇപ്പം ഏകദേശം എന്താണ്ടോ നല്ല സെറ്റ് ഒരു വീട് തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ ഞാൻ ഒരു പായം തൽക്കാലം വെച്ച് ഇവിടെ കൂടാം. ഊരി പോയിട്ടുണ്ടോ? എന്നാ ക്യാമറമാൻ ആക്കി എന്തിനാ പിന്നെ? ആ ഇതും അങ്ങനെ ഒത്തിരി കഴിയാൻ മതില്ലേ? വേറെ ഗായ്സ് അലേഹ നോക്കിയേക്ക് ഗായ്സ്, അലേഹ നല്ല തണുത്ത് വരണ്ടിരിക്കണം. എൻ്റെ അലേഹ ഫ്രണ്ട്സിനെ കിട്ടിക്കണേ അല്ലേ? അലേഹൻ്റെ ഫ്രണ്ട് എവിടെ? ആ അതാ മുമ്പിലെ ഫ്രണ്ട്. എന്തായാലും രണ്ടിൻ്റെ ആൾക്കാർ നല്ല പണിയിലാണ്. ഈ അലേഹ ബോൾ തട്ട് അലേഹ തട്ട്. ഏയ് നമ്മളെ ടെൻറ്റ് ഏകദേശം റെഡി ആയിട്ട് ടെൻറ്റിലേക്കുള്ള ഫ്രണ്ടിലേക്കുള്ള എന്താണ് നമ്മൾ എന്താ പറയുക, തീ കൊളുത്തുക, അൽഫാം ചുടുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയി, ചെറിയ പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് നമ്മളെ ഖത്തറിലെ ഏറ്റവും നല്ലൊരു സുന്ദര നിമിഷം നമുക്ക് സമ്മാനിച്ച നമ്മളെല്ലാവരും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒരുപാട് നന്ദി. കാരണം ഇത്രയൊരു സെറ്റപ്പ് സംഭവം നമുക്കൊരുക്കി അല്ലേ? ഞാനിറക്കും, കുറച്ച് കഴിയുമ്പോൾ ഇറക്കും. ഞാൻ ഉള്ളിലോട്ടിരിക്കണോ? ഇപ്പം ലേറ്റ് ആവും. നമ്മുടെ ടെൻറ്റിൻ്റെ ഉള്ളിൽ ആൾക്കാർ അത് റെഡിയായി ടെൻറ്റിൻ്റെ ഉള്ളിൽ കിടത്തി. അലേഹ അതിനെ നടക്കണു. അലേഹ കയറ് വെക്കണം കേട്ടോ. യെസ് പാട്ട് പാടാലോ കേട്ടോ, ഭയങ്കര പാട്ട്. ഇതെന്താ ഷഫീഖ, എന്താ സംഭവം? സാധനം ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കുടിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫാനായി മാറി. ഇത്ര ദിവസം വന്നിട്ട് ഈ സാധനം കിട്ടിയിട്ടില്ല. എന്തായാലും നമ്മൾ ഇത്ര ഒരു സെറ്റപ്പ് ആവുമെന്ന് വിചാരിച്ചു കേട്ടോ. തുടങ്ങാൻ പോകുന്നുള്ളൂ. സാധാ ഒരു ടെൻറ്റ് ഇങ്ങനെ കൂടുക, പക്ഷെ അത് ഇങ്ങനെ ഒരു പ്രീമിയം. നിങ്ങൾ സ്ട്രോബെറി ജ്യൂസ് എടുക്കുമ്പോൾ ഞങ്ങൾ മസാല കടല എടുക്കും. നല്ല രസം, നാട്ടിലെ മസാല കടലേ. നമ്മളെന്താ ഉണ്ടാക്കണേ? അൽഫാം പൊരിക്കല്ലേ? ചിക്കൻ കറി. ഞണ്ടോ? ഞണ്ടാ ഞണ്ടിൻ്റെ കളിക്ക്. നമ്മുടെ ടെൻ്റ് എല്ലാം കെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ടെൻറ്റിൻ്റെ ഉള്ളിൽ വിശേഷമൊക്കെ ആയിട്ട് നല്ലൊരു വ്ലോഗായിട്ട് കാണാം. അപ്പോൾ ടെൻ്റൊക്കെ ഒന്ന് കാണിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആക്കേണ്ട വെച്ചിട്ടാണ് വീഡിയോ. അതാണ് ഞാൻ പാർട്ടായിട്ട് ഇടുന്നത്. 2 പാർട്ടേ ഉണ്ടാവുള്ളൂ. ഒന്നിൽ പ്രോഗ്രാമും അതേമാതിരി ഫുഡ് കഴിക്കലും ഒക്കെ ആയിട്ട് സെറ്റായിട്ടൊരു വീഡിയോ. കാരണം എല്ലാവരും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്ന് നമുക്ക് ഇത്രയും ഹെൽപ്പ് ചെയ്ത നമ്മുടെ ഇവിടെ ഒന്ന് കൂടി എല്ലാവർക്കും നമ്മുടെ നാട്ടുകാരാണ്. പോരാത്തതിന് നമ്മുടെ വീഡിയോസ് ഡെയിലി വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. ഇങ്ങനത്തെ ഒരു നാട്ടിൽ നമുക്ക് ഇത്രയും സപ്പോർട്ടും എല്ലാ ഫെസിലിറ്റിയോടും കൂടിയും ചെയ്തതരാ പറഞ്ഞ വലിയൊരു കിട്ടലാണ്. അപ്പോൾ ഒരു വലിയ താങ്ക്സ് അവരോട് നമ്മൾ പറയുന്നുണ്ട്. ഫുൾ പ്രോഗ്രാം ഗൈസ് നെക്സ്റ്റ് വീഡിയോയിലും കാണാം കേട്ടോ.